അപ്പോൾ ഗെയ്സ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് റോക്ക് ഗാർഡനിലാണ്. കണ്ടില്ലേ, ഗാർഡൻ കണ്ടില്ലേ, സെറ്റ് ഗാർഡൻ. ഇതെങ്ങനെ ഗാർഡൻ ആയി എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. അല്ല സോറി, എങ്ങനെയാണ് ഈ ഗാർഡൻ ഉണ്ടായി എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. ഒക്കെ കല്ലുകൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പരന്ന് കിടക്കുന്നുണ്ട്. എല്ലായിടത്തും സ്പോട്ട് ലൈറ്റ് അടിച്ചിട്ടിട്ടുണ്ട്. ചില കല്ലുകൾക്ക് സെപ്പറേറ്റ് ലൈറ്റ് കൊടുത്തിട്ട് വെച്ചിരിക്കണം. പിന്നെ അതാ അവിടെ കണ്ടില്ല, ഒരു ക്യാമ്പ് ചെയ്യാൻ പറ്റിയ പോലത്തെ സെറ്റപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഒക്കെ എന്തോ പൊളിഞ്ഞു പോയതാണെന്നുണ്ട് കാറ്റിന്. ഇപ്പം അത് യൂസ് ചെയ്യുന്നില്ല, പക്ഷെ 2-3 അങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കേസ് നല്ല എയിം ഉണ്ട്. സൂപ്പർ അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം എന്തായാലും എന്നാലും ഒരു കാണാൻ പറ്റിയ ചെറിയൊരു നല്ല കുഴപ്പമില്ലാത്തൊരു ഏരിയ, നമ്മൾ ശാന്തമായ ഒരു ഏരിയ, നല്ല നൈസ് കാറ്റ്. ഈവനിങ് ടൈം നമുക്ക് സുഖമായിട്ടൊക്കെ ഇവിടെ വന്ന് ജസ്റ്റ് ഇങ്ങനെ നിന്ന് പോകാൻ പറ്റിയ നല്ലൊരു വൈബ്. ഹായ് ഫ്രണ്ട്സ്, ഷെഫീറാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ദുഃഖം ഒരു വർക്കിന് വേണ്ടി വന്നതാണ്. സൈറ്റിൽ ചെറിയ വർക്ക് ഉണ്ടായിരുന്നു. ഞാനും ഉണ്ട്, സച്ചിനും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ ജസ്റ്റ് ഇതിപ്പോൾ 6-7 മണി ആവാനായി, എന്നാലും ഇരുട്ടായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് പുറത്തിറങ്ങാന്നുള്ളൊരു പരിപാടി. പുറത്തൊന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് അത്. ഒരു റോക്ക് വ്യൂ പോയിന്റ്, അങ്ങനെ എന്തോ ഒരു സംഭവം കണ്ട് റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോൾ ഒന്ന് പോയി നോക്കി നോക്കാം എങ്ങനെയാണ് സെറ്റപ്പ് ഒന്നും അറിയില്ല. കാണിക്കുന്നത് റോക്ക് ഗാർഡൻ. റോക്ക് ഗാർഡൻ ആണ് കേട്ടോ. അവിടെ പോണ വഴി ഇതാണ്, നോക്കി നോക്കാം. ഓഫ് റോഡ് ഗെയ്സ്, ഓഫ് റോഡാണ് ഗെയ്സ്. ഇങ്ങനെയല്ലേ, ലെഫ്റ്റ് കാണല്ലേ? ഓക്കെ, എന്തൊന്നും കാണുന്നില്ലല്ലോ. റോക്ക് ഗാർഡൻ പറഞ്ഞിട്ട് റോക്ക് ഗാർഡൻ മൊത്തം മണ്ണാണ്. മറ്റേ പറഞ്ഞ പോലെ ഫോറസ്റ്റ് മൊത്തം കാണാൻ പറഞ്ഞ പോലെ, ചെക്ക് പറഞ്ഞ പോലെ ഒരുമാതിരി സൈഡ് റോഡല്ലേ. റോഡ് നോക്കി നോക്കാം, അവിടെ പോകുന്ന നോക്കി നോക്കാം. അവർ ബോർഡ് കൊടുത്തുള്ള ലൊക്കേഷൻ ഒക്കെ കൊടുത്തുള്ളത് ഇവിടെ തന്നെയാണ്. അവിടെ നിൽക്കിയോ ആടെ കണ്ടിട്ടാ. അവിടെ നിൽക്കി കാണുന്നുണ്ട്, അവിടെ നോക്കുന്നുണ്ട്. അവിടെ എന്തോ കൂട് കാണുന്നുണ്ടല്ലോ അല്ലേ, ഫെൻസ് ഗേറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. ഗേസ് അതാ നമ്മളിതാ ലൊക്കേഷനിൽ എത്തി ഗേസ്. പക്ഷെ ഇവിടെ എന്താ ഒന്നും മനസ്സിലാവണില്ല, ഇവിടെ എന്താ സംഭവം. ഇവിടെ പാർക്കിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ, കണ്ടാ. അപ്പൊ സംഭവം എന്തോ ഉണ്ട് ഇവിടെ. പാർക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ മണ്ണ് മൂടി കിടക്കണമെന്നുള്ളൂ. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ അവിടെ. ഇതാ ഗേറ്റ്, നമ്മുടെ ഗേറ്റ്. ഗേസ് അങ്ങനെ ചെറിയ കാറ്റുണ്ട്, വലിയ ശക്തമായിട്ട് കാറ്റില്ല, എന്നാലും ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഏരിയ ആയതുകൊണ്ട് കാറ്റൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളിത് വണ്ടി അതവിടെ പാർക്ക് ചെയ്ത് ഇവിടെ വഴിയിൽ തന്നെ പാർക്ക് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ നടന്ന് നോക്കണം. ഇവിടെയാണ് ഈ പറഞ്ഞ സംഭവം കാണുന്നത്. ഇതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ്. തേക്കൊക്കെ വെട്ടിയിട്ടുള്ള പോലെ കാതലൊക്കെ ഉണ്ടല്ലേ അതിന്റെ. ഒരു കല്ലുകൾ, ഇതൊക്കെ നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇതിന് സിംഗിളായിട്ട് എടുക്കണ തന്നെ അറിയാണ്ടാണ്. വേണ്ട, സച്ചിൻ പോകുമ്പോൾ അതിന്റെ വ്യത്യാസം അറിയണണ്ടില്ലേ. ഒരു ഷേപ്പൊക്കെ നോക്കി അതിന്റെ. ഇതാണ് അതിന്റെ ഇതില്ലേ, ഒരു പ്രത്യേക തരം ഇത്. രാജാവിന്റെ കസേര, ഗുഹ, ചെറിയൊരു ഗുഹ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ചെറിയൊരു പാറയുടെ മുകളിലാണ് നിൽക്കുന്നത്. നമ്മൾ വണ്ടി അതാ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഞാൻ ഇതാ ഇവിടുത്തെ ഏരിയയിലാണ് കാണുക കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ ഈ പാറകൾ, ഇങ്ങനെ കുറേ കിടക്കുന്നുണ്ട്. പലതും പല ഷേപ്പിലാണ്, ഓരോരുത്തരെ കണ്ണിൽ കാണുന്നത് പലതും പല രീതിയിലാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടു അപ്പുറത്ത് നടന്നു പോകുന്ന ശരി. ഇതില് കണ്ടു കഴിഞ്ഞാൽ മറ്റേ മണ്ണ് ഇതായി കിടക്കുന്ന പോലെ തോന്നുന്നു. കല്ലാണല്ലേ, കല്ലിൻ്റെ പീസ്. അപ്പം അങ്ങനെയാണ് കേസ്. ഇവിടെ എന്താ ചില കല്ലുകൾക്കൊക്കെ ഒരു സ്പോട്ട് ലൈറ്റ് അടിച്ച് വെച്ചിട്ടുണ്ടോ. അപ്പോൾ നോക്കിയാൽ ഇവിടെ ഉണ്ടല്ലേ ഒരു കുറ്റി വെച്ചിട്ടുണ്ടോ. അത് നല്ല സോളാറിൻ്റെ ലൈറ്റാണ്, രാത്രി ലൈറ്റ് ഒന്നാണ്. ആ വീട്ടിൽ ഞാൻ പിന്നെ ഇന്നലെ രാത്രി വന്നപ്പോൾ കുറച്ച് ഇഷ്ടമായിരുന്നു തിരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രാത്രിയിലത്തെ ചെറിയ വീടുണ്ട്, ഞാൻ ഇതിൻ്റെ ശേഷം. നമ്മുടെ നാട്ടിലൊക്കെ ഓലം അടഞ്ഞു കഴിഞ്ഞാൽ
ആദ്യം താഴത്തേക്ക് ഇതുപോലെ ഉണ്ടാവില്ല, ഡിസൈൻ ഉണ്ടാവില്ല. ഇവിടെ ഒരു ഡിസൈനും കൂടെ ആയിട്ടാണ് കിട്ടിയത്. നല്ല രസമുണ്ട്. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ചൂട് കുറഞ്ഞു കിട്ടും. അടിയിലേക്ക് ഇതിന്റെ സപ്പോർട്ടും ഉണ്ടല്ലോ, ചൂട് കുറയും. നല്ലൊരു രാത്രി വന്നപ്പോ തൊടാത്ത രീതിയിൽ നിൽക്കുന്നത്. ഇതൊക്കെ സോളാർ ലൈറ്റ് ആണ് കേട്ടോ, സോളാർ ലൈറ്റ് ആണ് ഇതൊക്കെ. ഇത് പലരും അതിലേക്ക് അങ്ങനെ ഇതാക്കി കുത്തി വെച്ചിരിക്കണം, സ്പോട്ട് അടിച്ച് വെച്ചിരിക്കണം. ഇതിന്റെ ഗ്യാപ്പ് നോക്കി, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് പോലെ ഓരോ പ്രത്യേകതകൾ എന്തൊക്കെയുണ്ട് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ. നമുക്കിതിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്ത കാരണമാണ് ഇത് അറിയാത്തത്. ഇതിന്റെ ഐഡിയ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ അവർ പറയും ഇന്നത് ഇന്നതാണ്, അതാണ് ഇതാണെന്നത്. നമുക്കറിയില്ല. കടലിന്റെ അടിയിലുള്ള സാധനങ്ങളുണ്ടല്ലോ അതേപോലെ അല്ലേ. ശരിക്കും കടലിലും പുഴയിലുള്ള വെള്ളമൊഴുക്കും ഓളങ്ങളും ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് അന്തരീക്ഷത്തിലുള്ള കാറ്റ്, ഈ വായു സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവണത്. എനിക്ക് തോന്നുന്നതേ അങ്ങനെ നിന്ന് നിന്നിട്ട് വീണുകളാണ് കേട്ടോ. അടിയിൽ നിന്ന് മണ്ണ് ഇതായി പോയിട്ട് ലാസ്റ്റ് വെയിറ്റ് കൂടിയിട്ടാണ് വീണുകളാണ്. ഇത് കണ്ടോ സാധനം ഇവിടെ. ഈ കടലിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടൊന്നല്ലോ ഇത്. ഈ കല്ല് നമ്മളെ നാരായണത്ത് ഭ്രാന്തം കൊണ്ടുപോയി കല്ലാന്നുണ്ട്. ഇത് അവിടുന്ന് ഉരുട്ടിയിട്ട് ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ളാന്ന് തോന്നി. ഇത് മറ്റേ കടലിൽ പോയപ്പോ കിണറ് കണ്ടില്ലേ, കാണുമ്പോ താഴത്താണ്, അടുത്തേക്ക് ചെല്ലും തോറും നല്ല ഹൈറ്റില്ല. ഞാൻ അവിടുന്ന് നോക്കിയപ്പോ മണ്ണാന്ന് വിചാരിച്ചേട്ടാ, പക്ഷെ മണ്ണല്ലത്. ഇത് മറ്റേ പാറ ഇതായി കിടക്കുന്നുണ്ടോ, ഇതൊക്കെ കണ്ടില്ലേ ഒക്കെ ഇതിമതായി കിടക്കുന്നുണ്ടോ. അവിടെ ഉണ്ടോ ഒരു ഷേപ്പ് സാധനം. ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് ഓരോന്ന് കിട്ടുന്നതില്. അത് വലിയ പാറയല്ലേ, എല്ലായിടത്തും ഉണ്ടല്ലേ. വർഷങ്ങളോളം കിടന്നിട്ട് ആയി മാറണതാണ്. ഇത്ര കൊല്ലം പഴക്കണ്ടാവും, വെറുതെ ഒരു ഇതിനെ പ്രൊട്ടക്ട് ചെയ്തുള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ 4-5 വരെയും അപ്പ പേര് പാർട്ടിക്കാരുടെ ഓരോരോ പൊളിറ്റിക്സ് ഇവരുടെ പേര് പാർട്ടിക്കാരുടെ പേര്. ഇന്നയാളെ വിജയിപ്പിക്കുക, ഇന്നത്തിന് വിജയിപ്പിക്കുക, അതിനാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് വന്ന് കാണണം, അപ്പോഴെന്റെ വാല്യൂ മനസ്സിലാവും. ഒരു ചെറിയ രാജ്യം അത് എങ്ങനെയൊക്കെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നു ഓരോ സംഭവങ്ങൾ അവരുടെ. അതെ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ ദൂരത്ത് നോക്കുമ്പോൾ ഇതൊരു കല്ലല്ലേ, എന്താ ഇവിടെ കുറെ കല്ലുകൾ കിടക്കുന്നത്. പക്ഷെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മേലേക്ക് നോക്കുമ്പോൾ അത് വേറെ ഷേപ്പ്, ഓരോന്നും പല പല ഷേപ്പുകളാണ്. ശരിക്കും അതിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ സംഭവം. ഇത് ആരും ഇവിടെ ഇങ്ങനെ ആക്കി വെച്ച ഒരു ഐഡിയ കിട്ടില്ല കേട്ടോ. ഒരു ഗുഹ ചെറിയൊരു വശം നോക്കി കാറ്റടിച്ചിട്ടാണോ വെള്ളം അടിച്ചിട്ടാണോ ഒക്കെ ഇതായി പോയി. വെള്ളത്തിന്റെ അടിയിൽ ഇരിക്കാൻ പറ്റും സെറ്റായിട്ട്. അത് നല്ല ഉറപ്പുണ്ട് കേട്ടോ, ഇതൊന്നും അങ്ങനെ ഇളകണല്ല. നമ്മള് പഴയ ദിനോസറിന്റെ പടങ്ങളുണ്ടല്ലോ, പഴയത് മറ്റേ ജുറാസിക് വേൾഡ് അതൊന്നല്ല, അങ്ങനത്തെ പഴയ ആദിവാസികളൊക്കെ കാട്ടുവാസികളൊക്കെ പോകണം അങ്ങനത്തെ ചെറിയ ഏരിയ, അങ്ങനത്തെ ഓരോ വഴികള്. അതൊക്കെ ഇനി ഷൂട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനത്തെ ഭാഗങ്ങൾ വെച്ചിട്ടാവും. ഇവിടെ നോക്കുമ്പോ വേറെ ലോകം, വേറെ വഴി. അയ്യോ മോനെ, വേറെ ലോകത്തെത്തി. നമ്മൾ ടൈം ട്രാവൽ ചെയ്തേ കല്ലിൻ്റെ ഇടയിൽ കൂടെ. ഇളകി നിൽക്കണുണ്ട്, പക്ഷെ അങ്ങനെ ഇളകണില്ല. വെള്ളല് വന്നിരിക്കണുണ്ട്, പക്ഷെ ഇളകണില്ല. ഇതിന്റെ മുകളിൽ കയറി വീഴോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ല ഉറപ്പിലാണ് ഈ സാധനം നിൽക്കണത്. വീടാ തീർന്നിട്ടാ, കൈയും കാലം ഒടിഞ്ഞു പോകേണ്ടി വരും. മരിക്കില്ല, ചാവില്ല. അയ്യോ പോനാ, എക്സ്പ്ലോർ ചെയ്ത് ഹാപ്പി. ഇതൊക്കെ ഇങ്ങനെ ഒരു സാധനം കൂടെ കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം.
ഒരുപാടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴും അതൊരു വേറൊരു കാഴ്ചകളാണ്, വേറൊരു അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സംഭവമാണ്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യുക. നമ്മൾ എത്ര വർക്ക് പ്രഷറിലായാലും ശരി, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിൽ ഒരു 5 മിനിറ്റ് ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിലാക്സ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഫീലിംഗ് ആണത്. അത് ശരിക്കും മനസ്സിലായി. നമ്മൾ കഴിഞ്ഞ ദിവസം അതുപോലെ വർക്ക് കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നപ്പോ എന്തൊരു ആശ്വാസത്തോടെ വന്നിരുന്നപ്പോ നല്ല കാറ്റും ഒക്കെ ആയിരുന്നു. അപ്പൊ അത് രാത്രി ഇരുട്ടായ കാരണം ഈ ഭാഗങ്ങൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് രണ്ടാമത് വരേണ്ടി വന്നത്. അണച്ചെത്തിയിരിക്കുകയാണ്. കല്ലുകളൊക്കെ രൂപം നോക്കിയാൽ ഇതാണോ അതിന്റെ സെറ്റപ്പ് ഇട്ടാ? ഇതെന്ത് കല്ല്? ഇവിടെ കുറെ കല്ലുകൾ കൊണ്ടിട്ടുള്ള പോലെ ഉണ്ടല്ലോ അല്ലെ? അങ്ങനെ പരത്തിട്ടേക്ക് വെറുതെ വെറുതെല്ലാട്ടാ. ഇതിന്റെ പല ഷേപ്പുകളിലുള്ള കല്ലുകളാണ് അവിടെ. ഇങ്ങനെയൊക്കെ റൗണ്ട്. ഇതൊക്കെ എങ്ങനെ റൗണ്ട് ആവുന്നു? ഇതാണ് സംഭവം ഗൈസ്. ഇതാണ് ഈ റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടാ. ഇവിടെ കുക്കണമെന്നായ എന്താണെന്നറിയില്ല. നടന്ന് പോയിട്ടുണ്ട്, നടന്ന് വേറെ ആളെ കാണുന്നുണ്ട് അവിടെ നല്ല ഹൈറ്റിൽ. ഈ കല്ലെന്നെ ഇവിടെ മൊത്തം ഈ കല്ലാണ്. ഇതിന്റെ ഒരു ഷേപ്പുകൾ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഷേപ്പ്. ഒരു കല്ലിരിക്കുന്ന മറ്റേ കല്ലിന്റെ മുകളിൽ അതുപോലത്തെ ഒരു ഇതില്ലേ, അതുപോലെ തോന്നുന്നു. ഇതൊക്കെയോ തോന്നുന്നു, എനിക്ക് അറിയില്ല. പക്ഷെ ലൈറ്റൊക്കെ ഒരു കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് സ്പോട്ട് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ ഓരോ കല്ലുകൾക്ക്. സംഭവം നിലത്ത് തട്ടാത്ത പോലെയാണ് കല്ല് കാണുന്നത്, താഴെ തട്ടിയിട്ടില്ലാത്ത പോലെ ഉണ്ട്.